എം.ടിയുടെ നോവലിനേക്കാൾ കൂടുതൽ ഭംഗിയും ആസ്വാദനവും കഥകൾക്കായിരുന്നു അത്രേ. ചിലർ പറയുന്നു കഥകളേക്കാൾ നോവലിലായിരുന്നു അത്രേ. നോവലിനേക്കാൾ കഥകളേക്കാൾ സിനിമയുടെ തിരക്കഥകൾക്കായിരുന്നു അത്രേ. എം.ടി കണ്ടെടുത്ത കഥാപാത്രങ്ങൾ എത്രയെത്ര സിനിമാ സന്ദർഭങ്ങളിലൂടെ തിരക്കഥകളിലൂടെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ തൊട്ടു. വൈകാരികമായൊരു കുറിപ്പാണ് എം.ടി തന്നെ കണ്ടെത്തിയ മമ്മൂട്ടി പങ്കുവച്ചത്. അതിങ്ങനെയാണ്: ചിലരെങ്കിലും പറയാറുണ്ട് എം.ടിയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന്. കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു. കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു. സ്നേഹിതനെ പോലെ, സഹോദരനെ പോലെ അത് പെരുകി. 4-5 മാസം മുമ്പ് എറണാകുളത്തൊരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി. ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഓർക്കുന്നില്ലിപ്പോൾ. ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണ്. എൻ്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു. ഞാൻ എൻ്റെ 2 കൈകളും മലർത്തി വയ്ക്കുന്നു എന്നാണ്. ഒരുപക്ഷേ എം.ടിയുടെ മനസ്സിൽ ഒരു പുരുഷൻ എന്നുള്ളത് മമ്മൂട്ടിയിലെ അളവിലാണ് എം.ടി അളർന്നെടുത്തത്. ആകാരത്തിലാണെങ്കിലും ശരി, അവതരണത്തിലാണെങ്കിലും ശരി, ശബ്ദത്തിലാണെങ്കിലും ശരി, എം.ടി താൻ ആഗ്രഹിച്ച പുരുഷ സൗന്ദര്യം മമ്മൂട്ടിയിൽ കണ്ടിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് എം.ടി പറയാൻ ആഗ്രഹിച്ച എല്ലാം മമ്മൂട്ടി സിനിമകളിലൂടെ പറഞ്ഞത്. സ്ത്രീകളെക്കുറിച്ച്, സന്ദർഭങ്ങളെക്കുറിച്ച്, ചതിയെക്കുറിച്ച്, വഞ്ചനയെക്കുറിച്ച് എല്ലാം മമ്മൂട്ടി സൂചിപ്പിച്ച ആ സന്ദർഭം ഇപ്പോൾ പ്രേക്ഷകർ കണ്ടതാണ്. എന്നാൽ നോക്കൂ, ഓരോ കാഴ്ചകളും എം.ടി വാസുദേവൻ നായരെ എത്രമേലാണ് നമ്മളെ മാറ്റിത്തീർക്കുന്നത് എന്നാണ്. ഒരു ഗുരുശിഷ്യ ബന്ധമാണ് എം.ടി വാസുദേവൻ നായർക്കും മമ്മൂട്ടിക്കും ഇടയിലുണ്ടായിരുന്നത്. ഇതേപോലെ തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ബന്ധവും. സതയത്തിലെ സത്യനാഥനെ കണ്ടു കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നവർക്ക് ആ അസ്വസ്ഥത ഇനിയും വിട്ടുമാറിയിട്ടുണ്ടാവില്ല. പഞ്ചാഗ്നിയിലെ റഷീദ് എന്ന കഥാപാത്രത്തെ ആർക്കാണ് വിസ്മരിക്കാൻ കഴിയുക? മോഹൻലാലും ഓർമ്മിക്കുന്നുണ്ട് മമ്മൂട്ടിയെക്കുറിച്ച്, എം.ടിയെക്കുറിച്ച്. എം.ടിയുമായി വൈകാരിക അടുപ്പമാണ് ഉണ്ടായിരുന്നതെന്ന് മോഹൻലാൽ ഓർമ്മിച്ചെടുക്കുന്നു. ഏറ്റവും നല്ല കഥാപാത്രങ്ങളാണ് എം.ടി തന്നതെന്നും എം.ടിയെ അനുസ്മരിച്ചുകൊണ്ട് മോഹൻലാൽ പറയുന്നു. ബന്ധവും എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്നിരിക്കുന്ന ആളുമാണ്. 2 ദിവസം അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ എനിക്ക് അഭിനയിക്കാനും സാധിച്ചു. അമൃതംഗമയ എന്ന ചിത്രത്തിൽ വളരെയധികം ഒരുപാട് പ്രാവശ്യം കാണുന്നില്ലായിരുന്നെങ്കിലും വളരെയധികം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾക്കാരായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഓളവും തീരവും എന്നുള്ള ചിത്രമാണ്. അപ്പോൾ ആ സെറ്റിൽ അദ്ദേഹത്തിന് വരികയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ നാടകങ്ങൾ കാണാനായിട്ട് അദ്ദേഹം ബോംബെയിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ സംസ്കൃത നാടകങ്ങൾ കാണാനായിട്ട് കാലിക്കറ്റ് വരുമ്പോൾ ചിലപ്പോൾ കാണുമായിരുന്നു. ബിബി മറൈൻസ് ബാബുചായൻ്റെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹമായിട്ട് കാണുമായിരുന്നു. ഞാൻ എന്താ പറയാനാണ്, മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന സാഹിത്യകാരൻ, ചലച്ചിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ച ഒരാളാണ്.